മലബാറിന്റെ വികസനത്തിന് തന്നെ നാഴികക്കല്ലാകുന്ന തുരങ്കപാത പദ്ധതി എവിടം വരെയായി എന്നുള്ള ചോദ്യങ്ങൾ പൊതുവെ നമുക്ക് മുന്നിൽ ഉണ്ട്. ഒപ്പം തന്നെ ഒരു വശത്ത് താമരശ്ശേരി ചുരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗതാഗത കുരുക്കും അനുബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ആ ജനത നേരിടുന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളും കാണുന്നുണ്ട്. എന്തായി തുരങ്കപാതയുടെ പ്രവൃത്തികൾ? ഒന്ന് പോയിട്ട് വരാം. നിർമ്മാണ പ്രവൃത്തികളെല്ലാം തകൃതിയായാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് മറിപ്പുഴയിൽ ഇരുവഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ ഒരു ആർച്ച് സ്റ്റീൽ പാലം നിർമ്മിക്കേണ്ടതുണ്ട്. ആ സ്റ്റീൽ പാലത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ നടക്കുന്ന പ്രദേശത്താണ്. ഇവിടെ പാറ പൊട്ടിക്കുന്ന അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പുനിയ കൺസ്ട്രക്ഷൻസ് കമ്പനിയാണ് ഈ സ്റ്റീൽ ആർച്ച് പാലം ഇവിടെ തയ്യാറാക്കുന്നത്. അതിനുശേഷമായിരിക്കും കൂടുതൽ യന്ത്രങ്ങളടക്കം ഈ മറുകരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യുക. ഒരു ദോഷമില്ല. ഇത് എന്നാണെങ്കിൽ 5 കൊല്ലം എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കുക വരും. അത് ഇത് മന്ദഗതിയിലല്ല, പ്രതീക്ഷ തന്നെ പണി മുന്നോട്ട് പോകും. ഇത്ര വേഗം വരുന്നുള്ള പ്രതീക്ഷ നമുക്കില്ലായിരുന്നു. പ്രതീക്ഷ നമുക്ക് നേരത്തെ മുതലുണ്ട്. അന്ന് ഏതെങ്കിലും വയനാട്ടിലേക്ക് ചുരം കൂടാതെ റോഡ് നമ്മുടെ സ്വപ്നമായിരുന്നു. വലിയ സന്തോഷമുണ്ട്. അങ്ങനെ മറിപ്പുഴയിലെ ഇരുവഞ്ഞിപ്പുഴയും കടന്ന് ആ പാലം കടന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പ്രദേശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ മേഖലയിൽ നമുക്ക് കാണാം അവിടെ ഗ്രൗണ്ട് ലെവലിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. നിരവധിയായ തൊഴിലാളികൾ ഒരേ സമയം ജോലി ചെയ്തുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ വേണ്ടത് ആ ലെവലിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിന്നീട് ഡ്രില്ലിങ്ങിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഡ്രില്ലിങ്ങിന് വേണ്ടിയുള്ള മെഷീനറീസൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഒരു വശത്ത് സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അരക്കാപ്പയിൽ നിന്ന് വരുന്ന ചപ്പാത്തുകളൊക്കെ തന്നെ ആ നിലയ്ക്ക് ഗംഭീരമായ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ മല തുറന്ന് പിന്നീട് മേപ്പാടിയിലേക്ക് എത്തുക എന്നുള്ള സ്വപ്ന പദ്ധതിയിലേക്കാണ് ഇനി ചുവട് വയ്ക്കാനുള്ളത്. അതിലേക്കുള്ള പ്രാരംഭ നടപടികൾ വൈകാതെ തന്നെ തുടങ്ങും എന്നുള്ളതാണ് ബിൽഡ്കോൺ കമ്പനിയുടെ ജീവനക്കാരൊക്കെ തന്നെ പറയുകയും ചെയ്യുന്നത്. ആനക്കമ്പയിൽ കള്ളാടി മേപ്പാടി ടിൻ ട്യൂബായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്, ടണൽ പ്രൊജക്റ്റാണ് ഇവിടെ വരാനുള്ളത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മൾ വരുന്ന വഴികളൊക്കെ ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ അല്പം കൂടി നമുക്ക് സന്തോഷം കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇവിടെ നമുക്കൊരു വൈറ്റ് മാർക്ക് നിലവിൽ കാണാൻ സാധിക്കും. ആ വൈറ്റ് മാർക്ക് ഒരു വശമാണ്, അതായത് ടണൽ വരുന്നതിൻ്റെ ഒരു വശമാണ്. അതിൻ്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഇവിടേക്കാണ് വരിക. ഈ ഒരു സെൻട്രൽ പോർഷൻ ഇവിടേക്ക് വരും. ഈ ഒരു പോർഷനിൽ നിന്ന് വീണ്ടും ഒരു പോർഷൻ കൂടി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ 2 ലൈനുകൾ ഈ ടണലിൽ കൂടി വരാനുള്ളതാണ്. അതിൻ്റെ പ്രാരംഭ മാർക്കിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ലെവലിംഗ് നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ആ പാറയുടെ ആ മേഖലയിൽ നിന്ന് അങ്ങോട്ട് ടണൽ ഡ്രില്ല് ചെയ്ത് അകത്തേക്ക് പ്രവേശിക്കേണ്ടതാണ്. ഏതാണ്ട് 9 കിലോമീറ്ററോളം ദൂരം വരുന്ന ഭാഗം തുറന്നു കഴിഞ്ഞാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാകും. എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ വയനാട്ടിലേക്ക് ചുരമില്ലാതെ എളുപ്പത്തിൽ സഞ്ചാരം യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ്. ഇപ്പോഴും നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. പ്രത്യേകിച്ച് അത്ര കണ്ട് വേഗതയിലാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് പോകുകയും ചെയ്യുന്നത്. ദിനേനെ നിരവധിയായ യന്ത്രസാമഗ്രികളാണ് ഇവിടേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു വശത്ത് എനിക്ക് പിറകിൽ നമുക്ക് കാണാം ഇവിടെ ലേബർ ക്യാമ്പിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. ഇവിടേക്ക് എത്തുന്ന തൊഴിലാളികൾക്ക് അവർക്ക് നല്ല രീതിയിൽ ഇവിടെ ജീവിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. മറുവശത്ത് അവിടെ ക്രഷർ യൂണിറ്റ് ഇവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ നിന്ന് ക്രഷിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. അപ്പം തന്നെ ഒരുപാട് യന്ത്ര സാമഗ്രികൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയും അത്തരത്തിൽ യന്ത്രങ്ങൾ എത്തിക്കാനുള്ള നടപടികളുടെ ഭാഗമായി കൂടിയാണ് റോഡ് നിർമ്മാണം അടക്കമുള്ള പ്രവൃത്തികൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ആനക്കാമ്പൂൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയാണ് സംസ്ഥാന ഗവൺമെൻറ് വിഭാവനം ചെയ്ത ഒരു ബൃഹത്തായ പദ്ധതി. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇന്ന് പോയി സ്ഥലം സന്ദർശിച്ചു. ഇന്നാണെങ്കിൽ ആധുനിക മെഷീനറികൾ, അതായത് ഡ്രില്ലിംഗ് റിഗ് ഉൾപ്പെടെയുള്ള മെഷീനറികൾ ആനക്കാമ്പൂൽ സ്ഥലത്തി കഴിഞ്ഞ
രണ്ടാഴ്ചകൾക്ക് മുമ്പ് മേപ്പാടി സൈഡിലും എത്തിയിരുന്നു. രണ്ട് സൈഡിലും ഒരേ സമയത്ത് നമ്മുടെ തുരങ്കപാതയുടെ തുരങ്കം നിർമ്മിക്കുന്ന പ്രവൃത്തികൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 വർഷം കൊണ്ട് പ്രവൃത്തി പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന നിലയിൽ അതിവേഗതയിലാണ് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ദിലീപ് ബിൽഡ്കോൺ എന്ന കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മാണ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്നത്. 2029 കമ്മീഷൻ ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ള നിലയിലാണ്. 26, 27, 28, 29 അവസാനത്തോടുകൂടി 4 വർഷമാണ്. 29ഓടുകൂടി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിസ്ഥിതി ക്ലിയറൻസ് ഒക്കെ ലഭ്യമാവുന്ന ഘട്ടത്തിൽ 24 മണിക്കൂറും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുമതിയാണ് വാങ്ങിയത്. 2134 കോടി രൂപയാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ നടപടികളൊക്കെ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വേഗത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരേ സമയം ഇങ്ങ് മറിപ്പുഴയിൽ നിന്ന് കോഴിക്കോടിൻ്റെ ഭാഗത്ത് നിന്ന് മറുവശത്ത് മേപ്പാടിയിൽ നിന്ന് വയനാട് ജില്ലയിൽ നിന്ന് പ്രവൃത്തികൾ നടന്നുകൊണ്ടേയിരിക്കും. ഡ്രില്ലിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഒരേ സമയം നടക്കും. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 4 വർഷം കൊണ്ട് ഈ പദ്ധതി പൂർണ്ണ തോതിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ കണക്കുകൂട്ടലുകൾ ഉള്ളത്. ആ കണക്കുകൂട്ടലുകളിലേക്ക് എത്താൻ കഴിയും എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തിയുടെ വേഗത കാണുമ്പോൾ ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഇനി അങ്ങോട്ട് ഏത് തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൂടിയാണ് അറിയാനുള്ളത്. എന്തായാലും വയനാട്ടുകാരെ സംബന്ധിച്ച് താമരശ്ശേരി ചുരം മാത്രം ഒരു യാത്രാമാർഗമായിരിക്കുന്നിടത്ത് അതിനൊരു പരിഹാരം വൈകാതെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയ്ക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. എന്തായാലും തുരങ്കപാത അത് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഒരു സംശയവുമില്ല എന്ന് തന്നെ പറയാനും സാധിക്കും. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഷൊളോണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.